ഗൈസ്, അപ്പോൾ 20 കൊല്ലത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങളോട് കൂടി ഒരു കിണ്ണം കാച്ച ഐറ്റം വന്നിട്ടുണ്ട് ഹോണ്ടയുടെ. എന്താണെന്നറിയോ? നമ്മുടെ ഹോണ്ടയുടെ ഏറ്റവും പുതിയ യൂണിക്കോണ്ടാ. എങ്ങനെയുണ്ട് സാധനം? ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ വാഹനത്തിൽ. നമുക്ക് ആ വിശേഷത്തിലേക്കൊക്കെ നോക്കാം. ഹോണ്ടയുടെ തന്നെ ഹൈ സെയിലുള്ള ഒരു മാസീവ് ലുക്കുള്ള ഹൈ മൈലേജ് ഉള്ള ഒരു കിഡിലൻ കമ്മ്യൂട്ടർ ബൈക്കും കൂടിയാണ് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോണ്ട. എങ്ങനെയുണ്ട്? കിഡിലൻ ലുക്കായിട്ട് മാസീവ് അപ്ഡേറ്റോട് കൂടിയിട്ടാണ് വന്നേക്കണം. മിററിലൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ഗ്രെയിൻസോട് കൂടിയിട്ടുള്ള മിറർ കാണാം. ഫ്രണ്ടിലത്തെ ആ ഒരു ഭാഗത്തിലാണ് നിങ്ങൾക്ക് മെയിൻ മാറ്റം കാണാൻ സാധിക്കുക. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് മാറ്റം മനസ്സിലായി എന്താന്ന്? 2025 മേജറായിട്ട് 6 മേജർ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. എന്തെല്ലാം വന്നല്ലേ? LED ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്, ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്, USB ചാർജിങ് വന്നിട്ടുണ്ട്, കാറ്റലിക് കൺവെർട്ടർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ഓരോന്ന് വിശദീകരിച്ച് നോക്കാം. കാര്യമായിട്ട് പ്രൈസ് ചേഞ്ച് മാറ്റാതെ തന്നെയാണ് ഇത്തവണയും വാഹനം ഇറക്കിയേക്കുന്നത് മേജർ അപ്ഡേറ്റോട് കൂടിയിട്ട്. ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ഒരു ഷാർപ്പായിട്ടല്ല, ഒരു ക്യൂട്ടായിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. മുകളിൽ ഒരു ക്രോം ആവരണം കാണാൻ സാധിക്കും. അതോടുകൂടി തന്നെ ഒരു ഡുവൽ ചാമ്പേഴ്സോട് കൂടിയുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. വൈറ്റ് കളറാണ് വരുന്നത്. താഴെ ഒരു ഡിമ്മും ബ്രൈറ്റിന്റെ ഒരു ചാമ്പേഴ്സിന്റെ യൂണിറ്റ് കാണാം. എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ടോട്ടൽ ലുക്ക്? ഇപ്പൊ നമ്മൾ നല്ല വെയിലത്താട്ട് ഷൂട്ട് ചെയ്യണം. അതിൻ്റെതായുള്ള ഒരു വെളിച്ചം നമുക്ക് വാഹനത്തിൽ കാണാൻ സാധിക്കില്ല ലൈറ്റിന്. പിന്നെ നമുക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന നോർമൽ LED അല്ല, നോർമൽ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് 4 താഴ്വശത്തേക്ക് വരുമ്പോൾ ടെലസ്കോപ്പിക് സസ്പെൻഷൻ യൂണിറ്റ് വരുന്നുണ്ട്. കൂടാതെ സിംഗിൾ ചാനൽ ABS കാണാം. 240 mm ഫ്രണ്ട് ഡിസ്ക് ആണ് വരുന്നത്. വെന്റിലേറ്റഡ് ആണ്. കൂടാതെ ബ്ലാക്ക് ആണ്, ഫുള്ളി ബ്ലാക്ക് ചെയ്തിട്ടുള്ള അലോയ് വീൽസും ബാക്കി എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വാഹനത്തിൽ കൂടുതലും മാറ്റ് ബ്ലാക്ക് ആണ് വാഹനത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. ഡിസ്കിന്റെ കാലിപ്പറും ബ്ലാക്ക് കളറാക്കിയതിന് മുമ്പ് ഒരു ഗോൾഡ് കളറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ABSന്റെ സ്റ്റിക്കറിങ് കാണാം. അതുപോലെ തന്നെ റിഫ്ലക്ടർ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യത്തിലും ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ കാര്യത്തിലായിക്കോട്ടെ, പെയിന്റിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ ഇംപ്രൂവ് ചെയ്തിട്ടാണ് ഇത്തവണ കൊണ്ടുവന്നേക്കുന്നത്. ഈ ടാങ്കിന്റെ ഭാഗം നോക്കിയാലാണ് പെയിന്റിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു ഗ്രെയിൻസ് കാണും, പക്ഷെ ഇത്തവണ പെയിന്റിന്റെ ക്വാളിറ്റിയിലും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം ആവരണത്തില് ഹോണ്ടയുടെ ലോഗോ കാണും. ഇനി എന്റെ ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും 162.71cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്. അത് മാത്രമല്ല 12.73 bhp പവറും 14 Nm ടോർക്കാട്ടോ. നമുക്ക് കിക്ക് സ്റ്റാർട്ടിലും സെൽഫ് സ്റ്റാർട്ടിലും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ബ്ലാക്ക് കളർ കാണാം, ഇവിടെയും ബ്ലാക്ക് കളർ കാണാം. അതായത് ബ്രേക്ക് ലിവറിനും നമ്മുടെ ആ ഒരു കിക്ക് സ്റ്റാർട്ട് അടിക്കുന്ന ലിവറിനും ബ്ലാക്ക് കളർ കാണാം. പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. നോക്കിയാൽ കാറ്റലിക് കൺവെർട്ടർ ഇവിടെ കാണാൻ സാധിക്കും. എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു പൊട്ടയുള്ള പുക ഈ കാറ്റലിക് കൺവെർട്ടർ വഴി പുറത്തേക്ക് വിടുമ്പോൾ നല്ലൊരു പുകയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ഭാഗമൊക്കെ ബ്ലാക്ക് ചെയ്തിട്ട് ഇവിടെ പിലിയാണ് ചവിട്ടിരിക്കാനുള്ള ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ബ്ലാക്ക് കാണാം. ചില ഭാഗത്ത് മാത്രം മാറ്റ് ബ്ലാക്ക്. ഇവിടെ മാത്രമാണ് ക്രോം ആവരണം വരുന്നത്. മോണോഷോക്ക് സസ്പെൻഷന്റെ ആ ഒരു സ്റ്റിക്കറിങ് കാണാം. യൂണിക്കോൺ എന്നുള്ള സ്റ്റിക്കറിങ് കാണാം. മെയിനായിട്ട് 3 കളേഴ്സിലാണ് ചക്കനെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുക എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. അത് മാത്രമല്ല ഒരു സ്പോർട്ടി ഫീൽ ഉണ്ടല്ലോ മൊത്തത്തില്, നൈസ് ആയിട്ടില്ലേ. ബാക്ക് സൈഡിലേക്ക് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ മോണോഷോക്ക് സസ്പെൻഷൻ ആണ് വരുന്നത്. യൂണിക്കോൺ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ വാഹനത്തിന്റെ കംഫർട്ടും മൈലേജിനെ കുറിച്ചും മെയിൻ്റെനൻസിനെ കുറിച്ചും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ബാക്ക് സൈഡിൽ ഡിസ്ക് അല്ല, ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ ആയുള്ള ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ഒരു യൂണിക്കോണുള്ള സെയിം ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ്. എല്ലാം ഹാലോജൻ ബൾബുകളാണ്. നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് എല്ലാം സെയിം തന്നെയാണ് ലുക്ക് വരുന്നത്. അതിലൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. 2025 ഏറ്റവും പുതിയ ഈ അപ്ഡേറ്റഡ് യൂണിക്കോണിന് ഏകദേശം 1,49,915 രൂപയാണ് ഓൺ ദ റോഡ് വരുന്നത്. കണ്ട ഈ പെയിന്റിന്റെ ഒരു ക്വാളിറ്റിയിലൊക്കെ ചെറിയ വ്യത്യാസം. ഗ്രാബ് റെയിൽസ് കാണാം, അതും വാഹനത്തിന്റെ സെയിം പെയിന്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. സീറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു സിംഗിൾ സീറ്റാട്ടാ, നമുക്ക് ഡുവൽ ആയിട്ടുള്ള സീറ്റ് അല്ല. റൈഡറിന്റെ സ്ഥലത്ത് അത്യാവശ്യം നല്ലൊരു കുഷൻ എഫക്റ്റ് ഉണ്ട്. പിലിയന്റെ സൈഡിലേക്ക് വരുമ്പോൾ ലേശം കൂടെ ഹാർഡായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും 18 ഇഞ്ചിന്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ താഴെ ചെയിന്റെ ആ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ താഴെ സ്റ്റിക്കറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല വാഹനത്തിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് വാഹനത്തിന്റെ മൈലേജ് തന്നെയാണ്. ഏകദേശം 50 മുതൽ 60 km/ലിറ്റർ വരെ നമുക്ക് ഹൈവേയിൽ മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ചെയ്തോളൂ. ഈ ഗിയറിന്റെ ലിവർ ആയിക്കോട്ടെ അതും ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കൂടുതൽ ക്രോം ആവരണം അതുപോലെ തന്നെ ക്രോം ഫിനിഷുകളെല്ലാം തന്നെ എടുത്തു കളഞ്ഞിട്ടാണ് ന്യൂ ജനറേഷൻ രീതിക്കാണ് ഇത്തവണ വാഹനം ഇറക്കിയേക്കുന്നത്.
ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഈ ഒരു ഭാഗം ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സിൽവർ ഫിനിഷ് ആയിരുന്നു, ക്രോമിയം ഫിനിഷ് ആയിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 2081 mm, വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 756 mm, ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1103 mm ആണ് വരുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത വീൽ ബേസും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരു 1335 mm ആണ് നമ്മുടെ വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത്. ഇനി ഒന്ന് നമുക്ക് വാഹനത്തിൽ കയറി നോക്കിയാലോ. ഒരു 5-7, 5-8 ഉള്ള ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിങ് ആണ് വരുന്നത്. ആ ടാങ്കിന്റെ ഒരു ബൾക്കിനെസ് ഒക്കെ കാണാം. ഇവിടെ E20 ഫ്യൂലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അതിന്റെ ഒരു സ്റ്റിക്കറിങ് വരുന്നുണ്ട്. പിന്നെ ഏകദേശം വാഹനത്തിൽ 13 ലിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ. കൂടാതെ 2 ലിറ്ററിന്റെ റിസർവ് ടാങ്കും വാഹനത്തിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. വാഹനത്തിന്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 106 km/h വരെ പടച്ചു പോകാൻ പറ്റും. ഹാൻഡിൽ ബാറൊക്കെ കണ്ടാവും, ഫുൾ മാറ്റ് ബ്ലാക്ക് ആക്കിയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തരക്കേടില്ലാത്ത ഒരു സ്ക്രീനും വന്നിട്ടുണ്ട്. അതിന്റെ ആ ഒരു ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിലാണ് സ്ക്രീൻ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 സ്വിച്ചുകൾ കാണാം. പിന്നെ ഇവിടെ ഒരു ഡിമ്മും ബ്രൈറ്റിന്റെ സ്വിച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വാഹനത്തിന്റെ ചാവി വരും. ഓരോ കൊല്ലം കഴിയുന്തോറും കൂടുതൽ ആ ഒരു ട്രെൻഡിങ് ആയിട്ടും വാഹനത്തിലെ, അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വാഹനത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോണ്ട ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഒന്ന് ഓണാക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ സെയിം ഹാൻഡിൽ കാണാൻ സാധിക്കും. അത്യാവശ്യം ഗ്രെയിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രിപ്പ് കൂട്ടാനായിട്ട്. ഇവിടെ പാർക്ക് കാണാം. പാർക്കല്ല, നമ്മുടെ ഡിമ്മും ബ്രൈറ്റ് അടിക്കാനുള്ള സ്വിച്ച് മുകളിലേക്ക് പാസ് ലൈറ്റ് കാണാം. ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, യൂണിവേഴ്സൽ ഹോൺ. താഴെ വശത്തായിട്ട് ഇവിടെ USB ചാർജിങ് അല്ല, C ടൈപ്പ് ചാർജിങ് ആണ് കേട്ടോ വന്നേക്കണം. കണ്ട ഇപ്പൊ എല്ലാ ഫോണുകളും C ടൈപ്പ് ചാർജിങ് ആയിട്ടുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗത്ത് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചിന്റെ ആ ഒരു കട്ട് ഓഫ് സ്വിച്ചും അതുപോലെ തന്നെ എഞ്ചിൻ ഓൺ ആക്കാനുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എടുത്തു പറയുള്ളത്. ഇനി ഓൺ ആക്കാം. നമുക്ക് സൗണ്ട് കേട്ടാക്കിയാലോ എങ്ങനെയാന്ന്. ആദ്യം നമുക്ക് ഡിസ്പ്ലേ ഓൺ ആക്കിയിട്ട് നോക്കാം. ഇതാണ് ആ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി. നല്ല വെയിലത്തും കാണാൻ പറ്റുന്ന രീതിക്ക് കേട്ടാ അതിൻ്റെ ഒരു ടെക്നോളജി സെറ്റ് ചെയ്തേക്കുന്നത്. RPM മീറ്റർ, സൈഡ് സ്റ്റാൻഡ് അലർട്ട്, അതുപോലെ തന്നെ ടൈം, ഇതെല്ലാം കാണിക്കുന്നത്. കൂടാതെ ട്രിപ്പ് ബി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്വിച്ച് നോക്കാനും മുമ്പ് നമുക്കൊന്ന് വാഹനം ഓൺ ആക്കി നോക്കാം. ഇവിടെ വാഹനം ഓഫ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗിയർ നമുക്ക് ചേഞ്ച് ചെയ്ത് അകത്തതേ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം ന്യൂട്രാക്കി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കിയാലോ. സൗണ്ട് എങ്ങനെയെന്ന് കേട്ടിട്ട് നിങ്ങൾ തന്നെ ആൻസർ പറ. അടിപൊളിയായില്ലേ. ഒന്നും കൂടി റിഫൈൻ ചെയ്തിട്ടാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു സൗണ്ട് മാത്രമല്ല, വാഹനത്തിൻ്റെ മൈലേജിലും കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് സൗണ്ടും കാര്യങ്ങളും. തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടെറൈൻസിലും അനായാസം വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിന്ന് വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ള തൃശ്ശൂരിലുള്ള പുഴയ്ക്കലുള്ള ജോൺസ് ഹോണ്ടയിൽ നിന്നാട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി കിട്ടും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് ഒരു 1000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് എക്സ്ട്രാ കിട്ടും കേട്ടോ. നമ്മുടെ ചാനലിൽ നിന്ന് കണ്ടിട്ടാ വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ആ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സ്റ്റാൻഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കാണിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എങ്ങനെയുണ്ട്, പൊളിച്ചിട്ടില്ലേ? കൂടുതൽ വീഡിയോസിനായിട്ട് ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ.